ഗുഡ് മോർണിംഗ് രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേലെ കഥയൊന്ന് നോക്കാം കേട്ടോ. മഴ തോരും മുൻപേൽ നമ്മളുടെ അലീന ഫുഡുമായിട്ട് പിന്നെ കാണാൻ ചെല്ലുന്നുണ്ട് രോഹിത്തിനെ. അപ്പോൾ രോഹിത്ത് ചീത്ത പറയുകയാണ്, എനിക്ക് ഒന്നും വേണ്ട കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പറയും, നീ സമയമുള്ളപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി, ഇത് നിന്നെയൊന്നും ചെയ്യില്ലല്ലോ, നിനക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കുക പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ആരും കാണണ്ട, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വയ്ക്കുകയാണ് കേട്ടോ. ആയിക്കോട്ടെ, ഇതവിടെ ഇരുന്നോട്ടെ, നീ സാവകാശം എടുത്ത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അലീന അവിടെ കൊണ്ട് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അപ്പോഴങ്ങനെ നോക്കുകയാണ്, ദേഷ്യം പിടിച്ച പോലെ നോക്കുകയാണ്. പറയും, നീ എന്തിനാ രോഹിത്ത് എങ്ങനെയൊക്കെ കാണിക്കുന്നത്, നമുക്ക് നിന്നോട് ഇവിടെ ആർക്കും ദേഷ്യമല്ല, മറിച്ച് നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ, നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവൻ ആ ഭാവം മാറ്റുന്നില്ല. അങ്ങനെ അവിടുന്ന് അലീന വാതിൽ കടന്ന് ഇറങ്ങിയതും ഇവൻ കൈ കൊണ്ടൊരൊറ്റ തട്ടങ്ങോട്ട് തട്ടണം, ആ ട്രേയും അതിലിരിക്കുന്ന ഭക്ഷണങ്ങളും കൂടെ എല്ലാം കൂടെ പൊട്ടിച്ചെതറി ആകെ അകത്ത് കൂടെ മുഴുവൻ അവൻ്റെ ബെഡ്റൂം മുഴുവൻ ഈ ചായയും ജ്യൂസും പഴവും ബിസ്ക്കറ്റും ഒക്കെ അങ്ങനെ ചെന്നി ചെതറി കിടക്കണം. ഇവൾ ആകെ ഷോക്കായി പോവാണ് അലീന. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. ആ സമയത്താണ് കൃഷ്ണമോൾ പുറത്തുനിന്ന് സ്കൂളിൽ നിന്ന് വരുന്നത്. കൃഷ്ണമോൾ വന്നിട്ട് ഇവളോട് ചോദിക്കുകയാണ്, ഭവിതേനോട് ചോദിക്കുകയാണ്. അവളത് ഈ ലോകത്തൊന്നും അല്ല, അവളേതോ ലോകത്താണ്, അവൾ ഈ ബഹളമൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പറയും, പിന്നെ റോഹിയേട്ടൻ വന്ന് നോക്കുമ്പോൾ ആ വന്നു, എവിടേക്ക് മുകളിലുണ്ട് അറിയും, ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ, ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. അലീന ചേച്ചി അവിടെ, അലീന മുകളിലുണ്ട് അറിയും. ആ അലീന ചേച്ചി മുകളിലുണ്ടോ, എന്നിട്ട് വേഗം ചെല്ലുന്ന സമയത്ത് അലീന അങ്ങനെ അന്തം വിട്ട് നിൽക്കണം ഇത് കണ്ടിട്ട്, കാരണം അവളിത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അറിയും, എന്താ ചേച്ചി ഇതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, അവന് ഭക്ഷണം കൊടുത്തിടത്തെല്ലാം തട്ടിക്കളഞ്ഞു, മോള് പോയിട്ട് ഒരു കാര്യം ചെയ്യും, മോപ്പും ഒക്കെ എടുത്തിട്ട് വാ, ഞാൻ ഇതിവിടെ ക്ലീൻ ചെയ്യട്ടെ അറിയും. അപ്പോൾ എന്താ റോഹിയേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോഹി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇവള് കൃഷ്ണമോൾ താഴെ ചെല്ലുന്ന സമയത്ത് ഭവിത അങ്ങനെ ഇരുന്ന് ചിരിക്കുക. അപ്പോൾ അവളുടെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം അവൾക്കൊക്കെ സന്തോഷമാണ്, അവനെന്ത് കാണിച്ചാലും അതൊക്കെ സന്തോഷമാണ് ഭവിതയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന സമയത്ത് കൃഷ്ണമോൾ അങ്ങനെ ഇതോടൊക്കെ ക്ലീനൊക്കെ ചെയ്ത് പിന്നെ വരുന്ന സമയത്ത് ബെല്ലടിക്കും. കൃഷ്ണമോൾ പോയി അതിലോടക്കുമ്പോൾ ബാലേന്ദ്രനെ. അപ്പോൾ പറയും, നിനക്ക് ഇന്ന് സ്കൂളുണ്ടായില്ലേ ചോദിക്കും. സ്കൂളുണ്ടായിരുന്നു വെച്ചാൽ പരീക്ഷയാണ്, 12 മണിയായപ്പം തീർന്നു എന്ന് പറയുക. അപ്പോൾ നീ റോഹിയെ കണ്ടോ? ഓ കണ്ടു. അപ്പോൾ എന്നിട്ട് നോക്കിയോ, പറയും, ഇല്ല അലീന ചേച്ചി കൊണ്ട് കൊടുത്ത ഭക്ഷണം മുഴുവൻ തട്ടിക്കളഞ്ഞു പറഞ്ഞു. തട്ടിക്കളയേ എന്തിന് നോക്കും. അറിയില്ല അച്ഛാ, മുഴുവൻ തട്ടിക്കളഞ്ഞു. പിന്നെ എന്നിട്ട് ഒന്നും കഴിച്ചില്ല. അവളെ ചീത്ത പറഞ്ഞില്ല, തട്ടിക്കളഞ്ഞല്ല. ഞാൻ ചെല്ലുമ്പോൾ അലീന ചേച്ചി എല്ലാം ക്ലീനാക്കുമായിരുന്നു എന്ന് പറയും. ഇവനിത് എന്തിൻ്റെ സൂക്കേടാണ്, ഇത്രയും നാൾ അവനെ സഹിച്ചതും പോരെ, ഇനി തിരിച്ച് അവനെ ജയിലിലേക്ക് തന്നെ കൊണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അത് കേട്ടിട്ട് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അലീന പറയും, അച്ഛൻ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം എന്ന് പറയുക. അപ്പോൾ പറയും, ഭക്ഷണം അവനെന്താ ഇങ്ങനെ മോളെ, അവന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട്, അവനെന്താ അങ്ങനെ വയ്ക്കുമ്പോൾ അത് സാരില്ല അച്ഛാ, പോട്ടെ, അച്ഛൻ വന്ന് വല്ലതും കഴിക്കേ എന്ന് പറയും. അങ്ങനെ അലീന വന്ന് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ബാലേന്ദ്രൻ പോയി ഡ്രസ്സൊക്കെ മാറി വരും. അപ്പോൾ പറയും, അവനെ വിളിക്കുക, അവൻ ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ്, ഭക്ഷണം കഴിച്ചില്ല, അവനെ വിളിച്ചുകൊണ്ട് വാ, അവൻ അവിടെ വന്നിരുന്ന് കഴിക്കട്ടെ എന്ന് പറയും. അപ്പോൾ പറയും, വേണ്ട, അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുക്കാറ്. ഇപ്പോൾ രാവിലെ കൊണ്ടുവച്ചതിൻ്റെ ബഹളം കേട്ടില്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കൊന്നും വേണ്ട, അവനിങ്ങോട്ട് പറ്റും, അവനെന്താ താഴെ വന്നിരുന്ന് കഴിച്ചാലെന്ന് നോക്കുമ്പോൾ അതല്ല അച്ഛാ, അവനൊരു ജാളിയത ഉണ്ടാവും വന്ന് താഴെ വന്നിരുന്ന് കഴിക്കാതിന്, എന്തിന് എന്നറിയും. വേണ്ട അച്ഛാ, കൃഷ്ണമോളെ കൊടുത്തു വിടാം, ഞാൻ ചെല്ലുമ്പോഴല്ലേ ഉള്ളൂ പ്രശ്നം, കൃഷ്ണമോൾ കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണമോളെടുത്ത് ട്രയൽ ഫുഡാക്കിയിട്ട് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ അങ്ങനെ കൃഷ്ണമോൾ മുന്നിൽ ട്രയം കൊണ്ട് കയറുന്നുണ്ട്. പിന്നെ ബാലേന്ദ്രനും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്, അച്ഛൻ വരേണ്ടിയിരുന്നില്ല അച്ഛാ, ഞാൻ കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയും കൃഷ്ണമോൾ. സാരില്ല, ഞാൻ വിളിക്കാം എന്ന് പറയും. അങ്ങനെ കൃഷ്ണമോൾ വിളിച്ചിട്ട് ഡോർ തട്ടി വിളിക്കുന്നത്, റോഹിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് എന്താ എന്ന് വെച്ചിട്ട് അവൻ വാതിലുറക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്താ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് ഇരിക്കുമ്പോൾ രോഹിത്ത് നോക്കി അറിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അതാ ഇഷ്ടമെന്ന് അറിയാം. അപ്പോൾ നീ അങ്ങനെ ഇരിക്കേണ്ട, ഒരു വീടിൻ്റെ ഉള്ളിൽ ഏത് നേരം വാതിലടച്ചിട്ടിട്ട് ഇരിക്കുകയാണോ, നീ ഇരിക്കണം, അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഭക്ഷണം തന്നെ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഒന്ന് വെറുതെ ഇരുന്നോട്ടെ, ഇതിനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ
എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, നീ എന്താ ഇങ്ങനെ റൂഹി, നീ ചെയ്ത ചെറ്റത്തരത്തിന് നീ പിന്നെ ഞങ്ങൾ മുഴുവൻ അനുഭവിക്കണം, അത് കഴിഞ്ഞിട്ട് നീ നിൻ്റെ ഇതിൻ്റെ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോകുന്നുണ്ടോ എന്നറിയും. പോകുന്നില്ല, നീ ഭക്ഷണം കഴിക്കുക എന്നറിയാം. അങ്ങനെ മോളെ അത് കൊണ്ട് റൂമിൽ കൊണ്ടുവയ്ക്കുക എന്നറിയാം. അങ്ങനെ ആ ട്രേ എടുത്ത് കൃഷ്ണമോൾ പേടിച്ചിട്ടാട്ടോ റൂമിൽ കൊണ്ടുവയ്ക്കുന്നത്. അതറിയും, നീ എന്താ ഈ കാണിക്കുന്ന റോഹി എന്നറിയും. അപ്പോഴേക്കും കൃഷ്ണമോൾ ഇറങ്ങിയത് ഇയാൾ വാതിൽ വലിച്ചടയ്ക്കുക. അതുകൊണ്ട് കാണുമ്പോൾ ബാലേന്ദ്രൻ്റെ ദേഷ്യം വരും. അങ്ങനെ ഈ എന്താണ് കസാര എടുത്ത് അടിക്കണം, തുറക്കടാ എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് വാതിൽ. നീ എന്താണ് നിൻ്റെ വിചാരം? നിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വെച്ച വാതിലൊന്നും നല്ലത്, ഞാൻ എൻ്റെ വീട്ടിൽ പണിയിച്ചതാണ്. നിൻ്റെ തോന്നിയസം അവിടെ നടക്കില്ല, ചെയ്ത തെറ്റത്തരത്തിനും പോരാഞ്ഞിട്ട് ഇപ്പോൾ അവൻ കടന്ന് നെഗളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തറിയാം. നിങ്ങൾക്ക് എന്നെ തല്ലണോ, എന്നെ തല്ല, അല്ലെങ്കിൽ എന്നെ കൊല്ലണോ, എന്നാൽ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. അതായത് പുള്ളിയെ മൊത്തത്തിൽ അബ്നോർമലായി കഴിഞ്ഞു. അവന് ഒന്നുമില്ല, അവനാകെ നാണക്കേടും എല്ലാം കൂടെ ചെയ്യാത്ത തെറ്റിനും ഒക്കെ കൂടെ ആയിട്ട് അവനാകെ ഇതായിരിക്കുക. അതിൽ പറയും, കൊല്ലുകയാണെങ്കിൽ എന്നൊക്കെ പറയും, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ. അങ്ങനെ കൃഷ്ണമോൾ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവൻ വാതിൽ പിന്നെയും അടയ്ക്കുന്നുണ്ട് കേട്ടോ, വാതിലടയ്ക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ വലിച്ചടച്ച് കൂട്ടിയും കൊണ്ട് വരുന്നുണ്ട് താഴത്തേക്ക്. അങ്ങനെ താഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുക, അച്ഛാ വായിച്ച എന്താ പ്രശ്നം എന്ന് അറിയാം. അവൻ കാണിച്ച് കണ്ടില്ലേ, അവൻ്റെ നെഗളിപ്പല്ലേ ഇത്, അവനല്ലേ ചെയ്തത്. വൃത്തികേട് മുഴുവൻ ചെയ്ത് വെച്ചിട്ട് ഒരു മാസമായിട്ട് എല്ലാവരും ഇവിടെ കടന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവന് വല്ല കൂട്ടമുണ്ടോ, അവൻ അങ്ങനെയാണെങ്കിൽ കുറേ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അതിൽ കൃഷ്ണമോളും അലീനയും കൂടെ പിടിച്ച് വലിച്ച് വന്ന് കൊടുക്കുന്നു. അച്ഛൻ വന്ന് വല്ലതും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കസേരയിൽ വന്നിരിക്കുമ്പോഴേക്കും ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കാം റോഹിത്തിൻ്റെ. അപ്പോൾ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുക. അപ്പോൾ ഡോർ തുറക്കുമ്പോൾ പറയും, ഡോർ തുറന്നല്ലോ എന്ന് പറയും. ഞാൻ പോയി നോക്കാമെന്നാണ് കൃഷ്ണമോൾ താഴ്ന്ന് മുളിക്ക് വെക്കുമ്പോൾ ആ ട്രെയിൻ പിടിച്ചിട്ട് താഴത്തേക്ക് ഇടങ്ങി നിൽക്കണം. അതിൽ റോഹിട്ട് അത് ഇടല്ലേ, താഴ്ത്തിടല്ലേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ വയ്ക്കും. അപ്പോൾ എന്താ മോളെ വെച്ചിട്ട് ബാലേന്ദ്രൻ പറയും, ഇതേ റോഹിട്ടൻ ഭക്ഷണമൊക്കെ താഴ്ത്തിക്ക് ഇടാൻ നിൽക്കണു വെച്ചാന്ന് പറയും. അപ്പോൾ പറയും, റോഹി നീ അത് ചെയ്യരുത്, നീ അവിടെ കൊണ്ടുവയ്ക്കുക, അവിടെ നിനക്ക് വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് വരാം, താഴെ ഇടല്ലേ എന്ന് പറയും. അപ്പോഴേക്കും കൃഷ്ണമോൾ പറയും, റോഹിട്ട് അത് അവിടെ വെക്കുക, ഞാൻ വരാം, ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോന്നോളാം, കളയല്ലേ, താഴത്തോട്ട് ഇടല്ലേ എന്ന് പറയും. പകുതി സ്റ്റെപ്പ് കൃഷ്ണമോൾ കയറുമ്പോഴേക്കും ഇവൻ അങ്ങനെ അത് താഴത്തേക്ക് ഇങ്ങോട്ട് ഇടാൻ ചിന്ന ട്രേ അടക്കം താഴത്തോട്ട് അങ്ങോട്ട് ചിന്നി ചിതറി ആകെ ഫുഡ് മുഴുവൻ ഹാളിൽ കൂടി ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ ഹാളിൽ കൂടെ അങ്ങോട്ട് പരന്ന് ആകെ ഇതായിട്ട്. അതിൽ ഇതിട്ട് കടമ്പോൾ ബാലേന്ദ്രൻ എന്താ അഹങ്കാരമാണ് നീ കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് തല്ലാൻ ചെല്ലും. അപ്പോഴേക്കും കൃഷ്ണമോൾ അലീനയും കൂടെ പിടിക്കും. വേണ്ട അച്ഛാ, വേണ്ട. പിന്നെ ഇവൻ ഈ കാണിച്ചു വെച്ച തോന്നിയാസം മുഴുവൻ അനുഭവിച്ചത് ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ. എന്നിട്ട് അവൻ എന്താ ഈ കാണിക്കുന്നത്, അവൻ ആരോടെ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, പിന്നെ അവനോട് തന്നെയാണ് അച്ഛാ കാണിക്കുന്നത്, അവനിങ്ങനെയൊക്കെ വന്നു പോയല്ലോ എന്ന് ആലോചിച്ച് ആണ് അങ്ങനെ കാണിക്കുന്നത്. അവനോട് പറഞ്ഞതല്ലേ നമ്മൾ, മറ്റവൻ്റെ കൂട്ടുകൂടി നടക്കരുത് നമ്മൾ ഉപദേശിച്ചോ, അത് കേൾക്കാഞ്ഞിട്ടല്ലേ അവൻ്റെ തന്നെ ഇഷ്ടം പോലെ ജീവിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ടിപ്പോൾ അവന് ഇത് നിഗളിപ്പ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. പിന്നെയും കയറുകയാണ്, തല്ലാൻ കയറുകയാണ്. അപ്പോഴേക്കും അലീനയൊക്കെ പിടിച്ചു കൊടുത്ത് പിന്നെയും കസേരയിൽ ഇരുത്തുന്നുണ്ട്. അച്ഛാ അത് ഒന്നും ചെയ്യല്ലേ, ഇപ്പോൾ അവനോടുള്ള ദേഷ്യം തീർക്കുകയാണ്, ഇപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, സഹിക്കാന്ന് പറയും. എന്ത് സഹിക്കുന്നു, ഇവിടെ ഒന്നും സഹിക്കാൻ പറ്റില്ല, അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളം. അങ്ങനെ പിന്നെ അലീന പാവം അതൊക്കെ ഇരുന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ശരണ്യയുടെ വീടാണ്. ശരണ്യയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് സമുദായക്കാരും പാർട്ടിക്കാരും ഒക്കെ പാടെ ഒരു സ്ത്രീയുണ്ട് കൂട്ടത്തിലൊക്കെ കൂടെ വരികയാണ്. അപ്പോൾ പ്രഭാകര എന്ന് വന്ന് മുഹൂർത്തുനിന്ന് ഭയങ്കര വിളിയാണ്. അപ്പോഴേക്കും അയാൾ ശരണ്യയുടെ അമ്മയും അച്ഛനും ഇറങ്ങി വരുന്നുണ്ട്. പിന്നാലെ റോഡിൽ കൂടെ അങ്ങനെ അവളുടെ ആങ്ങളമാരും വരുന്നുണ്ട്. നിങ്ങൾ എന്ത് പണി ചെയ്ത് പ്രഭാകര, ഇങ്ങനത്തെ ഒരു ചതി ചെയ്യണമായിരുന്നു പാർട്ടിയോട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ബക്കറ്റ് പിരിവ് നടത്തിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതായത് ആ കുട്ടിയുടെ മാനത്തിന് വിലട്ടിരിക്കുകയാണ് ഇവരൊക്കെ കൂടെ. അപ്പോൾ പറയും, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, നിങ്ങളിങ്ങനെ സ്വന്തം തീരുമാനം എടുക്കാതിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാണ് നിങ്ങൾക്ക് കൂടെ നിന്നത്, ഇനി ആരാ നിങ്ങൾക്ക് ഒരു ജോലി വാങ്ങിത്തരിക, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ജോലി കിട്ടുമോ, ഇനിയിപ്പോൾ ഗവൺമെൻറ്റിലെ ജോലി പെട്ട അവൾക്കൂടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ, ഇതാന്നൊക്കെ പറയും. ഇപ്പോൾ അറിയും നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഇതായിട്ട് സംസാരിക്കില്ല, അകത്ത് കയറി ഇരുന്ന് സംസാരിക്കുക എന്ന് പറയണം അയാൾ. അതിൽ അറിയോ, അകത്തൊന്നും കയറി സംസാരിക്കില്ല, ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്,
ജ്വല്ലറിക്കാർ നിങ്ങൾക്ക് ലക്ഷങ്ങൾ തന്നിട്ടുണ്ടാവുമല്ലേ, ഇനി അങ്ങനെ ആരൊക്കെ തരും? അപ്പം പിന്നെ ഈ കേസാണ്ട് പോയില്ലേ? അപ്പം നിൻ്റെ മകളുടെ മാന വിറ്റിട്ടുള്ള ജീവിതമാണോ നിനക്ക് എന്നൊക്കെ ചോദിച്ചാൽ അയാളെ പാവം ഒരുപാട് പറയുന്നുണ്ട്. അയാളൊന്നും മിണ്ടാണ്ട് നിന്ന് കേൾക്കുമ്പോഴേക്കും ശരണ്യ അങ്ങോട്ട് വരുന്നുണ്ട്. ശരണ്യ വന്നിട്ട് ശരണ്യ ഒന്നിങ്ങനെ നിൽക്കുകയാണ്. ശരണ്യോട് പറയും, നീ എന്താടി കാണിച്ചത്? നിന്നോട് ഞങ്ങൾ അത്രയും പറഞ്ഞതല്ലേടി, അവിടെ പോയിട്ടുള്ളത് സത്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ലേടി, എന്നിട്ട് നീ എന്താ കാണിച്ചത്? നീ നിൻ്റെ ഇഷ്ടം പോലെ കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിൻ്റെ പിന്നിൽ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുമായിരുന്നു. എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടം പോലെയല്ലേ കാണിച്ചത്? നിന്നോട് സത്യമല്ലടി പറയാൻ പറഞ്ഞു. ഈ സ്ത്രീ അവളെ ഇട്ട് കൊടയാണ് ശരണ്യേനെ. അപ്പോൾ ഇവളെന്തോ മഹാപരാധം ചെയ്ത പോലെയാണ്. അപ്പോൾ അവസാനം കുറേ കേൾക്കുമ്പോൾ ശരണ്യ പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ ബോധ മനസ്സിലും അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അർദ്ധബോധ അവസ്ഥയിലായിരുന്നെങ്കിലും ആ രോഹിത്ത് എന്ന് പറഞ്ഞ ആളെ എൻ്റെ അടുത്തേക്ക്